എവ്രി വൺ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അലോട്ട്മെൻറ്റ് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അപ്പോൾ വളരെ നല്ല ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടി ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ പോയി ആപ്ലിക്കേഷനൊക്കെ ചെയ്തു. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ CET അല്ല, GC തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് എഞ്ചിനീയറിങ്ങിൻ്റെ കോളേജാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് അവിടെ കിട്ടണമെന്ന് നല്ല ആഗ്രഹമാണ്. അതായത് എൻ്റെ ഡയറിയിലും എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് GC തൃശ്ശൂരാണ്. പക്ഷേ എനിക്ക് അവിടെ കിട്ടാൻ മാത്രമുള്ള റാങ്ക് എനിക്കില്ല. അപ്പോൾ എനിക്ക് CET ഒന്നും എന്തായാലും കിട്ടില്ല. അപ്പോൾ GC തന്നെ എൻ്റെ കേസിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പം ഞാൻ അവിടെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്. പിന്നെ ബാക്കിയെല്ലാം ഞാനിങ്ങനെ TKM, അങ്ങനെ കോട്ടയം, തിരുവനന്തപുരം അങ്ങനെയൊക്കെയാണ് കൊടുത്തത് കോളേജസ്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ MESഉം KMCT ഒക്കെ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുത്ത് 16-ാം തീയതി പോയിട്ട് 17-ാം തീയതി തന്നെ നമുക്ക് ട്രയൽ വന്നു. ട്രയൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ബിക്കോസ് എനിക്ക് കിട്ടിയത് MES കുറ്റിപ്പുറമാണ്. അപ്പം ഞാൻ ഓക്കെ, പക്ഷേ താങ്ക് ഗോഡ് എനിക്കവിടെ കിട്ടി. അതാണ് കേട്ടോ വലുത്. അങ്ങനെ ഞാൻ ഓക്കെ MES കുറ്റിപ്പുറം കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ട്രയലിലും കിട്ടിയത് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. യെസ്, ട്രയലിൽ കിട്ടിയത് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വന്നത്. അതായത് എനിക്ക് MES കുറ്റിപ്പുറം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി. ഞാൻ ആദ്യം ആ ട്രയലിൽ അത് കണ്ടപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം എനിക്ക് പേടിയാവാനൊക്കെ തുടങ്ങി. എനിക്ക് കിട്ടൂലേ, ഗവൺമെൻറ് കോളേജിൽ കിട്ടൂലേ, ഞാനാണെങ്കിൽ എൻ്റെ തിങ്കിലെ ക്ലാസ് നിർത്തി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം വന്നത്. കാരണം ഞാൻ തിങ്കിലെ ക്ലാസ് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. യെസ്, എനിക്ക് ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം എഴുതിയിട്ട് കയറാം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഹോപ്പിനുള്ള വക പോലും ഇല്ല. ഞാൻ എന്താണ് ബെസ്റ്റ് ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നാറ്റിൻ്റെ ക്രാഷിന് പോയതും എക്സാം എഴുതുന്നതും. റാങ്ക് എനിക്ക് വല്ലാതെ ഇല്ലെങ്കിലോ, കോളേജ് കിട്ടുകയാണെങ്കിൽ വർഷം കയറാം, ഇല്ലെങ്കിൽ എന്താ പറയുക അടുത്ത വർഷം എഴുതി കയറാമെന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ പോയി ചേർന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്ന പിറ്റേ ദിവസം ഞാൻ എന്താ പറയുക അത് ഡിസ്കണ്ടിന്യൂ ചെയ്തില്ലേ. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ മൂഞ്ചിയ ഒരു അവസ്ഥയിലായിരുന്നു കടന്നു പോയത്. ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. എൻ്റെ ഏക ആശ്രയം ChatGPT ആയിരുന്നു. ChatGPT യോട് ചോദിച്ചപ്പോൾ ChatGPT എന്നെ തളർത്തുകയായിരുന്നു. അത് വേറെ കാര്യം. അങ്ങനെ തളരാതെ ഞാനിങ്ങനെ മാക്സിമം പിടിച്ച് നിന്നു. സെക്കൻഡിലും തേർഡിലൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പക്ഷേ സീറ്റ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നതിന് വകയുള്ളൂ. എനിക്കാണെങ്കിൽ ആർക്കിടെക്ചർ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ബിക്കോസ് അത് അത്രയും എക്സ്പെൻസീവാണ്. പിന്നെ എനിക്കിപ്പോൾ അറ്റ് എ ടൈം ഒരു 8,000 അല്ലെങ്കിൽ ഒരു 10,000 റുപ്പീസ് എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതെന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ എങ്ങനെ പിന്നെ വലിയ എമൗണ്ടൊക്കെ ഇങ്ങനെ ഈ സെമിസ്റ്റർ ഫീ ഒക്കെ ആയിട്ട് ഇങ്ങനെ പപ്പാനോട് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ ഏൺ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഏൺ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. കാരണം ഞാനൊരു എന്തിനും ഏതിനും നമുക്കിങ്ങനെ പൈസ ചോദിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ടായതുകൊണ്ട് എനിക്കതൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്താ ഇനിയിപ്പോൾ ചെയ്യാമെന്നറിയില്ല. MES കുറ്റിപ്പുറമാണ് കിട്ടിയത്. ഇനി ഗവൺമെൻറ് കോളേജിലൊന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും വകയില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ കരുതിയിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു അഹ്ലമുണ്ട്. അഹ്ലമിന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഓളിങ്ങനെ പറഞ്ഞു, എനിക്ക് സെക്കൻഡിലോ തേർഡിലൊക്കെ കിട്ടൂടി, ഇൻഷാല്ല കിട്ടും എന്ന് പറഞ്ഞ് ഓളിനെ നല്ലപോലെ സമാധാനിപ്പിച്ചു. MU റാങ്കിലും അങ്ങനെ ഇങ്ങനെ കാറ്റഗറി വൈസൊക്കെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഓക്കെ, എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വന്നു. സെക്കൻഡിലോ തേർഡിലൊക്കെ കിട്ടും എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ എനിക്ക് വന്നു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നുകൊണ്ട് ഇനി അഡ്മിഷൻ എടുക്കാൻ പോകണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാവുക ഈ കാര്യം. ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുക്കും, എന്നാലേ നമ്മൾ അടുത്തതിക്ക് എടുക്കുള്ളൂ അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ MESൽ കൊടുത്തുകൊണ്ട് എനിക്ക് കിട്ടി. ഞാൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലേനു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ എൻ്റെ ഡയറിയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചത് GC തൃശ്ശൂരാണെങ്കിൽ പോലും അതെനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ചാൻസൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഇനി കിട്ടാൻ ചാൻസ് TKM കൊല്ലം അല്ലെങ്കിൽ RIT കോട്ടയമാണ്. എവിടെയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു ഗവൺമെൻറ് സീറ്റായാൽ മതി. കാരണം എനിക്കിപ്പോൾ അത്രയേ ഉള്ളൂ ആവശ്യം. ഗവൺമെൻറ് സീറ്റിൽ പഠിച്ചാൽ മതി. അല്ലാതെ വലിയ ആംബിയൻസ്, എക്സ്പോഷർ അതൊന്നും വേണമെന്ന് ഇപ്പം എനിക്കില്ല. ഇതുവരെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ തിങ്കത്തെ ക്ലാസ് നിർത്തിയതോടു കൂടി എൻ്റെ എല്ലാ കച്ചിത്തുരുമ്പുകളും ഇല്ലാതാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ എക്സ്പോഷറും ഫാക്കൽറ്റിയും സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിന് മാത്രം പൈസ കാത്തിരിക്കാൻ എനിക്കില്ല. പിന്നെ വയസ്സും കൂടുകയാണ്. അപ്പോൾ ഇപ്പം എനിക്ക്
എനിക്ക് 19 ആണ്, 19 വയസ്സായി. 19 വയസ്സിൽ ഞാൻ കയറിയില്ലെങ്കിൽ പിന്നെ 20 വയസ്സ്, 25 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേക്കും 25 വയസ്സ്. മൈ ഗാഡ്, ദാറ്റ്സ് അൺടൈക്കബിൾ ഫോർ മീ, ഇൻ കേസ് ഓഫ് മീ. എന്തായാലും എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശുഭമായുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. എല്ലാം നല്ലതിനാവട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം എടുക്കുന്ന ഡിസിഷൻസ് നല്ലതാണോ മോശമാണോ ഒന്നും അറിയില്ല. അപ്പം അപ്പോൾ എന്താ പറയുക, എല്ലാം നല്ലതിനാവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 5 വർഷത്തിൻ്റെ പഠനം എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും ഹോസ്റ്റൽ ലൈഫ്, കുട്ടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ വരെ എനിക്ക് +2 കഴിഞ്ഞ് എല്ലാവരും ഹോസ്റ്റലിലൊക്കെ കയറി അവിടെ പഠിക്കുന്നു ഇവിടെ പഠിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഞാനിങ്ങനെ ഹോസ്റ്റൽ ലൈഫ് പഠിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു രസമായിരിക്കും എന്നുള്ള മൈൻഡ് വന്നു. പക്ഷേങ്കിൽ ആ കാലത്തോട് അടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഒരു ഇങ്ങനെ ഒരു ഫീല് ലൈക്ക് അങ്ങനെ. പിന്നെ നമ്മൾ അറിയാത്തൊരു ജില്ലയിലേക്കൊക്കെ പോവുകയാണായിരിക്കുമല്ലോ, പോവേണ്ടി വരണം എന്നാലും എനിക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമുക്കും കിട്ടും, ഇതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ആശ്വസിക്കുന്നത്. അപ്പം എന്തായാലും ഉഷാറാവുമെന്ന് പ്രതീക്ഷിച്ച് ബൈ.